ഹലോ, ഗുഡ് മോർണിംഗ്. ഓഡിയബിൾ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഫൈൻ. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ. ഇപ്പോൾ പുതിയ വീക്കാണ്. ഈ വീക്കിൽ എന്തായാലും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പെർഫോം ചെയ്യണം. ഓക്കെ. കഴിഞ്ഞ വീക്കിൽ എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ലോസ് ഇല്ലാന്ന് തോന്നുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ വീക്കിൽ നമുക്ക് എന്തായാലും ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആവണം. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ഗോൾഡ് നോക്കാം. ഗോൾഡിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത ഒരു ബൈ ട്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് ആ ബൈ ട്രേഡ് എടുത്തിട്ടല്ല മാർക്കറ്റ് ഇവിടുന്ന് പോയത്. ഇവിടുന്നല്ലേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 1 മിനിറ്റിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് അത് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ആ ട്രേഡ് പോയത്. ഓക്കെ. അപ്പോൾ അത് ഗ്രൂപ്പിൽ നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. ജസ്റ്റ് 4 ഹവറിന്റെ അവിടുന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കാം. അപ്സൈഡ് തന്നെയാണ് മാർക്കറ്റിന്റെ എന്തുള്ള ഒരു ഫ്ലോ ഉള്ള. ഓക്കെ. അപ്പൊ അപ്സൈഡ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഓക്കെ. ബൈ ട്രേഡ് ആണ് നമ്മളെ മെയിൻ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ. 15 മിനിറ്റിന് നമ്മൾ റേഞ്ച് വരക്കുന്ന ടൈമിൽ നമുക്ക് ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ പോയിന്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതാണ് അല്ലേ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പൊ ഇതൊരു ലോ കൺഫേം ആയി. ഇതൊക്കെ ആവശ്യമില്ലാത്ത ഡ്രോയിങ്സുകളൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ലേ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നേ. 15 മിനിറ്റ് ചേഞ്ച് ഇവിടെ അല്ലേ വന്നേ. യെസ്, 15 മിനിറ്റ് ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. സോ അപ് ട്രെൻഡിലാണ് 15 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ വലിയ ഒരു ട്രേഡിംഗ് റേഞ്ച് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫോം ആയിട്ടുണ്ടാവുക. ഇവിടെ ഒരു ഹൈ കൺഫേം ആയി കഴിഞ്ഞാൽ, ഹൈ ഇവിടെ കൺഫേം ആയിട്ടുണ്ടോ, ഒരു കൺഫർമേഷൻ. ഇതിന്റെ താഴത്തോട്ടും കൂടി ഒരു ബ്രേക്ക് കിട്ടണം അല്ലെ. ഇതൊരു കട്ട് ഇവിടെ വന്നു, ഇതിനും കൂടെ കട്ട് ചെയ്തൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ കൺഫേം ആയി. ഹൈ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ട്രേഡിംഗ് റേഞ്ച് ആണ് എന്ത് ചെയ്യുക, കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ മാർക്കറ്റിൽ അത്യാവശ്യത്തിന് എന്തുണ്ട്, ഇവിടെ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുൾ ബാക്ക് മാർക്കറ്റിൽ വരും അല്ലെ. ഈ പുൾ ബാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1 മിനിറ്റിലോട്ടുള്ള സ്ട്രക്ചർ നോക്കിയിട്ട് സെല്ല് എടുത്ത് വരാം. അതായത് ഇവിടെ നമുക്കൊരു ചേഞ്ച് കിട്ടുവാണ് എങ്കിൽ, ഓക്കെ, ഇവിടെ നമുക്കൊരു ചേഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിന്റെ ഇന്റേണൽ ചേഞ്ച് ആണ്. ഓക്കെ. ഈ ഒരു ഏരിയ ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് 15 മിനിറ്റിന്റെ എന്താണ്, ഇന്റേണൽ ചേഞ്ച് ആണ്. ഇന്റേണൽ ചോച്ച്. ഓക്കെ. 15 മിനിറ്റിന്റെ ഇന്റേണൽ ചോച്ച്. ഓക്കെ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 1 മിനിറ്റിൽ എന്താവും, മെയിൻ സ്ട്രക്ചർ ചേഞ്ച് ആകും. ഓക്കെ. ഇതിന്റെ താഴത്തോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റ് നോക്കിയിട്ട് സെല്ല് എടുത്ത് വരാം. ഓക്കെ. 1 മിനിറ്റിലുള്ള സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നോക്കാം. ട്രേഡ്സുകൾ എന്ത് ചെയ്യാം, എടുത്തിട്ട് എന്ത് ചെയ്യാം, വരാം. നല്ല പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. നമുക്ക് ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ ആർബിസും ഒബിസും ഒക്കെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നോക്കാം. അതിന് ആദ്യം എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് മണ്ടേയും കൂടെ അല്ല. അപ്പൊ മാർക്കറ്റിൽ അതിന്റെ ഒരു മൂവ്മെന്റ് പ്രോപ്പർ ആയിട്ട് കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ട്രേഡ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഈ ഒരു ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 1 മിനിറ്റും 5 മിനിറ്റും ഒക്കെ എന്താകും, ഡൗണിലോട്ട് തിരിയും. അപ്പൊ പിന്നെ ആ ഡൗണിലോട്ട് തിരിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് സെല്ല് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അപ്പത്തെ ലേറ്റസ്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. എന്തായാലും മാർക്കറ്റ് ഒന്ന് മൂവ് ആവട്ടെ, എന്നിട്ട് നല്ല പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യാം, ലൈവായിട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ കറന്റ് നമ്മൾ വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. പിന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒക്കെ എവിടെ ഉള്ളതാണ്, താഴെ എത്തണം. ഓക്കെ. അപ്പൊ താഴത്തോട്ട് എത്താനുള്ള, ഇപ്പൊ ഇവിടുന്ന് ഒരു ബൈ കയറി പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് വരണമല്ലോ. ഈ താഴത്തോട്ട് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
1 മിനിറ്റിന്റെ സ്ട്രക്ചർ ട്രസ്റ്റ് ചെയ്തിട്ട് സെല്ല് പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, നോക്കാം നമുക്ക് എങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്യാം മൂവ് ആവും. ഇവിടെ പുതിയ പ്ലാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമ്മളെ പ്ലാൻസിൽ ഓൾട്ടർനേഷൻസ് വരുത്തുകയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ കറന്റ് ഗോൾഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇനി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യാം, യൂട്യൂബ് ലൈവ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പ്ലാൻസ് ഞാൻ അയച്ചു തരേണ്ട. ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു ഏരിയ ഒന്നും പറയാത്തത് അതിന്റെ ബേസിലാണ്. ഓക്കെ, ഇവിടെ 1 അവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി എന്താകാം, ഈ ഒരു RB ഒക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ 1 ഹവറിന്റെ ഈ ഒരു ഏരിയ ഇതുപോലൊക്കെ മാർക്കറ്റ് വന്ന് റിയാക്ഷൻ തരുവാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. അതൊരു 1 ഹവറിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ റിയാക്ഷൻസ് നോക്കിയാൽ നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. 1 ഹവർ 4 ഹവർ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാം, എന്തായാലും ഡിസ്കസ് ചെയ്യാം. നാളത്തെ മോർണിംഗ് സെഷനിലും ഈവനിംഗ് സെഷനിലും എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. അതായത് ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ഷൻ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 1 മിനിറ്റിൽ സെല്ല് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയ. അപ്പൊ ഇവിടുന്നുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് വരും. ഓക്കെ, അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്തോ, ഈ ഒരു പോയിന്റ് നോക്കി വെച്ചു. പക്ഷെ എന്ത് ചെയ്യാനുണ്ട്, കൺഫർമേഷൻസും കൂടെ അവിടെ കുറച്ചും കൂടെ നോക്കാനുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ അത് 1 അവർ ആവട്ടെ. സോറി, മാർക്കറ്റ് അങ്ങോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ആക്കി തരാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഗോൾഡിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഉണ്ട്, വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ GBP USD മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് ഒരു സെല്ല് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെല്ല് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല അല്ലെ. ഇവിടെ ഒരു ബ്രേക്ക് വന്നു, ദെൻ ഈ ഒരു ലോ കൺഫേം ആയി, ഇവിടെ ഒരു ബ്രേക്ക് വന്നു. ട്രേഡിംഗ് റേഞ്ചിന്റെ ആവശ്യമില്ല. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഈ ഒരു ഹൈ കൺഫേം ആയി. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും, മെയിൻ സ്ട്രക്ചർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് എന്തിലാണ്, അപ്സൈഡിലാണ്. ചേഞ്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വലിയ ടൈം ഫ്രെയിമിൽ നോക്കാം എവിടുന്നാണ് ഇത് ചേഞ്ച് ആവുന്നുള്ള. ഓക്കെ, ഇത് 4 അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇത് ചേഞ്ച് ആയിട്ടുള്ളത് അല്ലെ. ഉണ്ടോ, ഈ 4 അവറിന്റെ OB എന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ചേഞ്ച് തന്നിട്ടല്ല. അപ്പൊ മാർക്കറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഒരു ബൈ സൈഡ് എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചേഞ്ച് തന്നതിന്റെ പേരിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട, ബൈ നോക്കണ്ട. ഇവിടുന്ന് ഒരു ബ്രേക്കും കൂടെ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് കൺഫേംഡ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇതാണ് ലോ, അതിന്റെ ഹൈ പോയിന്റ് വരിക ഈ പോയിന്റ് ആണ്. മാർക്കറ്റ് എന്ത് ചെയ്യാനുണ്ട്, ഒന്ന് പുൾ ബാക്ക് ചെയ്യാനുണ്ട്. ഇവിടെ കണ്ടോ, 3 ലിക്വിഡിറ്റീസ് ഒക്കെ ഇവിടെ എന്താണ്, റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ പുൾ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുൾ ബാക്ക് വന്നിട്ട് ഇവിടുന്ന് എക്സ്പാൻഷനിലോട്ട് എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. ഓക്കെ, പുൾ ബാക്കിൽ ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ഏരിയ ആണ്. കാരണം കംപ്ലീറ്റ് ലിക്വിഡിറ്റിനെ മാർക്കറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത ഒരു ഏരിയ ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഇവിടെ ഇനി 5 മിനിറ്റിന്റെ ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഇതൊരു നല്ല സ്ട്രോങ് ഏരിയ ആണ് കേട്ടോ. ഞാൻ നേരത്തെ വരച്ചു തന്നില്ലേ, നമ്മൾ ഇനി ഇവിടുന്ന് പ്രീമിയത്തിൽ നിന്നൊക്കെ ഒരു ഡിസ്കൗണ്ട് ഒരു ബൈ സൈഡ് ഒക്കെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രോങ് ഏരിയനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ട്രേഡ് കിട്ടുമോ എന്നുള്ളത് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പൊ 3 മിനിറ്റ് നോക്കുന്ന ടൈമില് ഈ ഒരു ഏരിയയിലൊന്നുമില്ല. 1 മിനിറ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 1 മിനിറ്റിൽ ഈ ഒരു ഇംബാലൻസ് ഉള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലേ,
അതായത് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ് വരിക. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇംബാലൻസിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഏരിയ സെലക്ട് ചെയ്യാം. ഇതിമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ സൈഡ് എൻട്രി നോക്കാം 1 മിനിറ്റിൽ. ഫുൾ ബാക്ക് വരുന്നു, ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ഉണ്ട്, ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റിൽ ഇത് നമുക്കതൊരു പ്ലാൻ ആയിട്ട് എന്ത് എടുക്കാം. ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്, ഓൾറെഡി ഏരിയ സ്ട്രോങ് ആണ്, ഇതിമെന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, മുകളിലോട്ട് പോകാം. ഓക്കെ, ഇതിന്റെ താഴത്തോട്ടൊക്കെ എസ് എൽ എന്ത് ചെയ്താൽ മതി, കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇത് താഴത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച് 10 പിപ്പ് വെച്ചാൽ മതി. 10 പിപ്പ് എസ് എൽ വെക്കാം. മാർക്കറ്റ് അങ്ങോട്ട് അത്യാവശ്യം വരാനുണ്ട്. ടാർഗറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ വെച്ചു കൊടുക്കാം. അങ്ങനെ അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാനാണ് അടുത്ത പോക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇതിന് മേലെ ആണെങ്കിൽ കുറച്ചൊക്കെ ലിക്വിഡിറ്റീസ് ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് പോകും. നോക്കാം. ഈ ഒരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, GBP നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ യൂറോ USD. യൂറോ USDയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ട്രേഡ് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. അങ്ങോട്ട് എത്താതെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഇറങ്ങിയത്. ഓക്കെ, ട്രേഡിംഗ് റേഞ്ച് നമുക്ക് ഇൻവാലിഡ് ആയി. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ടാകും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഇവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ടാകും. സോ GBP എന്താണ് നമ്മൾ കണ്ട അതുപോലെ തന്നെയാണ് യൂറോയിലും എന്ത് ചെയ്യുന്നത്, സ്റ്റിൽ നിൽക്കുന്നത്, ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ. ലേറ്റസ്റ്റ് ട്രെൻഡ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. മിഷൻ ബോക്സ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ബൈ സൈഡ് ആണ് നോക്കുന്നത്. ബൈ സൈഡിൽ ഇത് എവിടുന്ന പോകുന്നു എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാൻ നോക്കാം. കണ്ടോ, ഇതും ഈ ഒരു എക്സാക്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്യുക, ചേഞ്ച് ആവുക. ലിക്വിഡിറ്റീസ് ഒക്കെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം കണ്ടില്ലേ, അത്യാവശ്യം ലിക്വിഡിറ്റീസ് മേലുണ്ട്. അപ്പോൾ അതൊക്കെ വൈപ്പ് ഔട്ട്, അവിടെ നിന്നൊക്കെ മാർക്കറ്റിന് കുറച്ച് ഓർഡർ കളക്ട് ചെയ്യാണ്ടാവും. ഓർഡർ കളക്ട് ചെയ്യാൻ മാർക്കറ്റ് എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ബൈ സൈഡ് തന്നെ നോക്കാം. ഓക്കെ, ബൈ സൈഡ് നോക്കുന്ന ടൈമിൽ ഒരു ഏരിയ കിട്ടാനാണ് ഇവിടെ എന്ത് നമ്മൾ നോക്കേണ്ടത്. ഏരിയ ഇവിടെ കണ്ടോ, ഇതൊക്കെ ഈ ലിക്വിഡിറ്റീസിനൊക്കെ സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, ഇവിടെ കുറച്ച് സ്ട്രോങ് ഏരിയ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല പോയിന്റ്സുകൾ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, നല്ല പോയിന്റ്സ് കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ താഴെയുള്ള ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യാൻ നോക്കാം, അതും ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. താഴത്തോട്ട് അത്യാവശ്യത്തിന് വരാനുണ്ട് കേട്ടോ. ഇവിടൊക്കെ അതാ ലിക്വിഡിറ്റീസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, വൈപ്പ് ഔട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇത് അവിടുന്ന് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, 1 മിനിറ്റിലൊക്കെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെല്ല് നോക്കാം. കൗണ്ടർ എൻട്രി ആണ്, നല്ല കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സെല്ല് നോക്കിയാൽ മതി. ഓക്കെ, ഇതിനെ പ്രിസൈസ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഏരിയനെ 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള നല്ല പോയിന്റിന് എന്ത് ചെയ്യാം, കണ്ടുപിടിച്ചിട്ട് പ്രിസൈസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, 3 മിനിറ്റിലായിരിക്കും നല്ല പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, വരുന്നുണ്ടാവുക. 3 മിനിറ്റിൽ നല്ല പോയിന്റ് ഉണ്ട്. 3 മിനിറ്റിൽ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യാം നോക്കാം. ഇതൊക്കെ GBP യൂറോ ഒക്കെ ആയതുകൊണ്ട് ചെറിയ പൈപ്പ് സൈസേ ഉണ്ടാവുള്ളൂ, പിന്നെ കുഴപ്പമില്ല. ഒക്കെ നമ്മുടെ SL ന്റെ ഉള്ളിൽ എന്ത് ചെയ്യും,
നിൽക്കും. കണ്ടോ ആകെ 4 പിപ്പ് ഉള്ളു. അപ്പൊ ഒരു 6 പിപ്പ് 7 പിപ്പ് 8 പിപ്പൊക്കെ വെക്കുകയാണെങ്കിൽ എന്തായാലും ഇതൊക്കെ കവർ ചെയ്തിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു 8 പിപ്പോ 7 പിപ്പൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാം, വെച്ച് കൊടുക്കാം. ഓക്കെ, ഇന്ന് മണ്ടായതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് റണ്ണായി തുടങ്ങണം. എന്നാലേ അപ്പൊ നമ്മൾ വിചാരിച്ച പ്ലാനിങ്ങിലോട്ട് എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റ് എത്തുള്ളൂ. അങ്ങോട്ടൊന്നും എത്തുന്നില്ല. പുതിയ പ്ലാൻ ആണ് അവിടെ വർക്കൗട്ട് ആവുന്നത്, അല്ലെങ്കിൽ പുതിയ സ്ട്രക്ചർ മാർക്കറ്റിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ 3 പ്ലാൻസ്. ഓക്കെ, ഇതെന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഒന്നുകൂടെ റിപ്പീറ്റിൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതും കൂടെ ഒന്ന് കാണാം. അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ.